ഹായ് അലക്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വീട് പണിയുമ്പോൾ ഇന്റീരിയർ ഡിസൈനർ വേണം, അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ഒക്കെ ഒരു സൈറ്റ് പണിയുമ്പോൾ ടെക്നിക്കൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ഒരു സൈറ്റിൽ വേണോ വേണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പലരും വലിയ വീടുകൾ പണിയുന്നു, പക്ഷെ അവിടെ ഒരു ആർക്കിടെക്റ്റ് കാണത്തില്ല, അവിടെ ഒരു എഞ്ചിനീയർ കാണത്തില്ല, അവിടെ ഒരു ഇന്റീരിയർ ഡിസൈനർ കാണത്തില്ല. പലരും ആണെങ്കിൽ ഒരു മേസ്തിരി പറയുന്ന രീതിയിലാണ്, പല വാസ്തുക്കാരൻ പറയുന്ന രീതിയിലാണ് പലരും ഒരു വീട് വെച്ച് പോകുന്നത്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു വീട് വെച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് തന്നെ ഈ ഒരു അബദ്ധം മനസ്സിലാകുന്നത്. ഇവർ ചെയ്തു വെച്ചതിനകത്തെ അബദ്ധം, അതായത് ഇന്റീരിയർ ചെയ്യാൻ വരുമ്പോഴായിരിക്കും ഇന്റീരിയർ ചെയ്യുന്നതിൻ്റെ സമയത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സമയത്ത് പിന്നെ നമ്മളത് പൊളിക്കേണ്ടി വരുന്നു, പിന്നെ അത് മാറ്റേണ്ടി വരുന്നു, അങ്ങനെയുള്ള ഇലക്ട്രിക് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പല സൈറ്റുകളിലും വരാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു സൈറ്റ് വിസിറ്റ് ചെയ്തായിരുന്നു തിരുവല്ല ഭാഗത്ത്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞ സാധനമേ ആ സൈറ്റിലില്ല. അതായത് സോഫ ഇടാനുള്ള ഒരു അറേഞ്ച്മെൻറ്റും ആ ഒരു സൈറ്റിലില്ല. പിന്നെ അവർക്ക് പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ആ സൈറ്റിലാണെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ആ ലിവിങ് ഏരിയയിൽ അവർ ചെയ്തു വെച്ച ലിവിങ് ഏരിയയിൽ വാഷ് ഏരിയയുടെ സ്ലാബ് വാർത്തിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടുത്തെ മേസ്തിരി എന്ന് പറയുന്ന ആൾ അവിടെ ചെയ്തു കൊടുത്തതാണ്. അവിടെ പ്രായമുള്ള ആൾക്കാരായിരുന്നു, അവർ ചെയ്തു കൊടുത്തതാണ്. ആ ലിവിങ് ഏരിയയിലാണ് അവരുടെ വാഷ് ഏരിയ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവർക്കൊരു സ്റ്റഡി ടേബിളും അതുപോലെ തന്നെ ഈ സ്ലാബ് വാർത്തിട്ട് ഗ്രാനൈറ്റ് ഇട്ട് അങ്ങ് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവിടെയാണെങ്കിൽ അതെല്ലാം പൊളിച്ചു കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പൊളിച്ചു കളയേണ്ട അവസ്ഥ വരുന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ലിവിങ് ഏരിയ ആയിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ടൈൽസ് ഇട്ട് കഴിഞ്ഞ് ഫിനിഷ് സ്റ്റേജ് ആയപ്പോഴാണ് ആ വീട്ടിലൊക്കെ ഒരു ഡിസൈനറെ അവർ സമീപിക്കുന്നത്. അതുവരെ ആ വീട് മൊത്തം ചെയ്തത് മേസ്തിരിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒരിക്കലും വീടുകളിലൊക്കെ സ്ഥിരം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു എഞ്ചിനീയറെ ഒരു കൺസൾട്ടൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനറെ ബേസിക്കായിട്ട് ഇന്റീരിയർ ഡിസൈനർ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പോലും ഒരു പ്ലാൻ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത് നല്ലതാണോ മോശമാണോ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇവർക്ക് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് പലരും ഇവരെയൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറാത്തത്. അതായത് ഒരു ആർക്കിടെക്ട് വരുവാണെങ്കിൽ ആർക്കിടെക്റ്റിന് പേയ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനർ വരുവാണെങ്കിൽ ഇന്റീരിയർ ഡിസൈനർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ആ രീതി വരുമ്പോഴത്തേക്ക് അവർക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും, ഇതൊന്നും വേണ്ട, ഇതല്ലാതെ തന്നെ എനിക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നുള്ളൊരു രീതിയാണ് പല കസ്റ്റമേഴ്സും നമ്മളെ അടുത്ത് പെരുമാറുന്നത്. അപ്പോൾ അതൊരു തെറ്റായ രീതിയാണ്. നമ്മൾ ഒരു ഇന്റീരിയർ ഡിസൈനറൊക്കെ ഒരു സൈറ്റിൽ വരുവാണെങ്കിൽ ഒരു വീട് മൊത്തത്തിൽ അത് വൃത്തിയാകാനുള്ള ചാൻസാണ് വളരെ കൂടുതൽ. ആ വീട് ഇതൊക്കെ ഒരു ടെക്നിക്കലി വരുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു ഡിസൈനർ നമ്മുടെ കൂടെ വേണം ഒരു വീട് പണിയുമ്പോൾ. അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളും ഒരു ഡിസൈനറും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന ആൾ അയാളുടെ രീതി ഒരു വർക്ക്മാൻഷിപ്പിൻ്റെ വ്യക്തിപരമായ വൃത്തിയായിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ഡിസൈനർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഒരു ഡിസൈനർ ഒരു വർക്കിനെ സമീപിക്കുന്ന രീതിയും ഒരു വർക്കേഴ്സ് ആ വർക്കിനെ സമീപിക്കുന്ന രീതി രണ്ടാണ്. അതുകൊണ്ടാണ് ഈ നമ്മുടെ മേഖല ആർക്കിടെക്ട്സ് ഇന്റീരിയർ ഡിസൈനേഴ്സ് ഒക്കെ ഈ നിലനിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട് പണിയാനുണ്ട് അല്ലെങ്കിൽ പണിയണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ആർക്കിടെക്റ്റിനെ ഇന്റീരിയർ ഡിസൈനറെയോ ഒക്കെ സമീപിക്കുക. കാരണം അങ്ങനെ മാത്രമേ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി വീട് പണിയാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോഴേ രീതിയിൽ തന്നെ മേസ്തിരിമാരെയൊക്കെ വെച്ച് നമ്മൾ ആ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ വീടിന് ഈ ഭാവിയിലായാലും ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ചെയ്തു വരുന്ന സമയത്താണെങ്കിലും പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറെ കോൺടാക്ട് ചെയ്യുക.